ത്രംശേസ്മിൻ സത്യലോകേ വിധി ഹരിപുരഭിന്മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർധ്വം തു മായാവികൃതിവിരഹിതോ ഭാതി വൈകുണ്ഠലോകാ തത്ര ത്വം കാരണാംഭസ്യപി പശുപകുലേ ശുദ്ധസത്വൈകരൂപീ സച്ചിത് ബ്രഹ്മദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. ത്രംശേസ്മിൻ സത്യലോകേ വിധി ഹരിപുരഭിന്മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർധ്വം തു മായാവികൃതിവിരഹിതോ ഭാതി വൈകുണ്ഠലോകാ തത്ര ത്വം കാരണാംഭസ്യപി പശുപകുലേ ശുദ്ധസത്വൈകരൂപീ സച്ചിത് ബ്രഹ്മദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. ഗുരുവായൂരപ്പ. അതിനുശേഷം മഹാദേവൻ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തനെ കാണാനായി പാർവതി ദേവിയോടുകൂടി മാർക്കണ്ഡേയന്റെ അടുക്കൽ എത്തി. മാർക്കണ്ഡേയന് തപശക്തി കൊണ്ട് തന്നെ, സ്വന്തം തപശക്തി കൊണ്ട് തന്നെ കൈവന്നതായ ജരാ നര മരണം എന്നിവ ഇല്ലാത്ത അവസ്ഥയെ, അതായത് മാർക്കണ്ഡേയന് സ്വന്തം തപശക്തി കൊണ്ട് തന്നെ കൈവന്നതായ ജര നര മരണം എന്നിവ ഇല്ലാത്ത അവസ്ഥയെ അയം ദത്വ മഹാദേവനും നൽകിയിട്ട്. അപ്പോ മാർക്കണ്ഡേയന് അദ്ദേഹത്തിന്റെ തന്നെ തപശക്തി കൊണ്ട് കൈവന്നതായ ജരാ മര മരണം എന്നിവ ഇല്ലാത്ത അവസ്ഥയെ അയം ദത്വ ആ ശ്ലോകത്തിൽ പറഞ്ഞത്, അതായത് മഹാദേവനും നൽകിയിട്ട്. അതായത് മാർക്കണ്ഡേയന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജരാ നര മരണം എന്നിവ ഇല്ലാത്ത അവസ്ഥ കൈവന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് പുതിയതായി ഒന്നും മഹാദേവന് നൽകാനില്ല. അതുകൊണ്ട് ആ അവസ്ഥയെ തന്നെ മഹാദേവനും നൽകി മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം മഹാദേവൻ കൈലാസത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോ യാതൊരു ഗുരുവായൂരപ്പ അങ്ങയുടെ സേവ കൊണ്ട് തന്നെ മഹാദേവനും ഇപ്രകാരം സന്തോഷിക്കുന്നു. യാതൊരു അങ്ങയുടെ സേവ കൊണ്ട് തന്നെ ഗുരുവായൂരപ്പ അങ്ങ് തന്നെയായ മഹാദേവനും ഇപ്രകാരം സന്തോഷിക്കുന്നു. മഹാദേവനാണെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തന്മാരെ കാണാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള മഹാദേവനും മാർക്കണ്ഡേയന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അപ്പോ യാതൊരു അങ്ങയുടെ സേവ കൊണ്ട് തന്നെ ഗുരുവായൂരപ്പ മഹാദേവനും ഇപ്രകാരം സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങ് ത്രിമൂർത്തി സ്വരൂപനും
സകലവും നിയന്ത്രിക്കുന്നവനും ആകുന്നു എന്ന കാര്യം ഏറ്റവും സ്പഷ്ടമായി ഭവിച്ചുവല്ലോ എന്നാണ്. അപ്പോൾ ത്വം മൂർത്തിത്രയാത്മക സകല നിയന്ത ഇതി സുവ്യക്തം ആസീത് മനു എന്നാണ് 9-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് അതുകൊണ്ട് തസ്മാത്വം മൂർത്തിത്രയാത്മക സകല നിയന്ത ഇതി സുവ്യക്തം ആസീത് മനു എന്ന് പറയുമ്പോൾ 9-ാം ശ്ലോകത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങ് ത്രിമൂർത്തി സ്വരൂപനും സർവം നിയന്ത്രിക്കുന്നവനും ആകുന്നു എന്ന് ഏറ്റവും സ്പഷ്ടമായി ഭവിച്ചുവല്ലോ. അത് അങ്ങ് തന്നെയാണ് ത്രിമൂർത്തി സ്വരൂപൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന് വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നു. ഇനി 10-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ ത്രംശേ അസ്മിൻ സത്യലോകേ, ത്രംശേ അസ്മിൻ സത്യലോകേ എന്ന് പറയുമ്പോൾ 3 ഭാഗങ്ങളോട് കൂടിയ ഈ സത്യലോകത്തിൽ ആണ്. ത്രംശേ അസ്മിൻ സത്യലോകേ എന്ന് പറയുമ്പോൾ 3 ഭാഗങ്ങളോട് കൂടിയ ഈ സത്യലോകത്തിൽ ഊർധ്വം ഊർധ്വം വിധി ഹരി പുരഭിൻ മന്ദിരാണി. ഊർധ്വം ഊർധ്വം വിധി ഹരി പുരഭിൻ മന്ദിരാണി എന്ന് പറയുമ്പോൾ മേലേക്ക് മേലെയായി ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ലോകങ്ങൾ ഭവിക്കുന്നു. അപ്പൊ ത്രംശേ അസ്മിൻ സത്യലോകേ ഊർധ്വം ഊർധ്വം വിധി ഹരി പുരഭിൻ മന്ദിരാണി എന്ന് പറയുമ്പോൾ 3 ഭാഗങ്ങളോട് കൂടിയ ഈ സത്യലോകത്തിൽ മേലേക്ക് മേലെയായി, ഊർധ്വം ഊർധ്വം എന്നൊക്കെ പറയുമ്പോൾ മേലേക്ക് മേലെയായി വിധി ഹരി പുരഭിൻ മന്ദിരാണി ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ലോകങ്ങൾ ഭവിക്കുന്നു, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു. മായാ വികൃതി വിരഹിത വൈകുണ്ഠലോകാത്തു തേഭ്യ അപി ഊർധ്വം ഭാതി. മായാ വികൃതി വിരഹിത വൈകുണ്ഠലോകാത്തു തേഭ്യ അപി ഊർധ്വം ഭാതി എന്ന് പറയുമ്പോൾ മായയുടെ വികാരത്തോട് കൂടിയതല്ലാത്തതായ വൈകുണ്ഠലോകം. വൈകുണ്ഠലോകാത്തു എന്ന് പറയുമ്പോൾ വൈകുണ്ഠലോകമാകട്ടെ മായാ വികൃതി വിരഹിത വൈകുണ്ഠലോകാത്തു എന്ന് പറയുമ്പോൾ മായയുടെ വികാരത്തോട് കൂടിയതല്ലാത്തതായ വൈകുണ്ഠലോകമാകട്ടെ. നമ്മൾ കുറേ മുമ്പ് പഠിച്ചതാണ്. മായായത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗൽഭ്യോ ബഹി എന്നൊക്കെ. അത് തന്നെയാണ് ഇവിടെയൊക്കെ പറയണത്. മായാ വികൃതി വിരഹിത വൈകുണ്ഠലോകാത്തു തേഭ്യ അതി ഊർധ്വം ഭാതി എന്ന് പറയുമ്പോൾ മായയുടെ വികാരത്തോട് കൂടിയതല്ലാത്ത, മായ പ്രവേശിക്കാത്ത എന്ന് പറയാം വൈകുണ്ഠലോകമാകട്ടെ തേഭ്യ അതി ഊർധ്വം ഭാതി എന്ന് പറയുമ്പോൾ അവയേക്കാളും മുകളിൽ പ്രകാശിക്കുന്നു. ബ്രഹ്മാവിന്റെ, വിഷ്ണുവിന്റെ, മഹാദേവന്റെ സ്ഥാനങ്ങൾക്കും മുകളിലായി വൈകുണ്ഠലോകം ശോഭിക്കുന്നു എന്നാണ് പറയണത്. മായാ വികൃതി വിരഹിത വൈകുണ്ഠലോകാത്തു തേഭ്യ അതി ഊർധ്വം ഭാതി. മായയുടെ വികാരത്തോട് കൂടിയതല്ലാത്തതായ വൈകുണ്ഠലോകമാകട്ടെ അവയേക്കാളും മുകളിൽ പ്രകാശിക്കുന്നു. പിന്നെ പറയണു തത്ര കാരണാംഭസി അപി, അതിൽ കാരണജലത്തിലും പശുപകുലേ ഇടയവംശത്തിലും ആണ്. തത്ര കാരണാംബസി അപി പശുപകുലേ എന്ന് പറയുമ്പോൾ അതിൽ കാരണജലത്തിലും ഇടയവംശത്തിലും. ഗുരുവായൂരപ്പ ത്വം
ശുദ്ധ സത്വൈകരൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ എന്നൊക്കെ പറയണം. അപ്പോൾ തത്ര കാരണാംഭസി അപി ഗുരുവായൂരപ്പ ത്വം ശുദ്ധ സത്വൈകരൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ എന്ന് പറയണം. അപ്പോൾ അതിൽ കാരണജലത്തിലും തത്ര കാരണാംഭസി അപി എന്ന് പറയുമ്പോൾ അതിൽ കാരണജലത്തിലും ഇടയ വംശത്തിലും പശുപകുലെ എന്ന് പറയുമ്പോൾ ഇടയ വംശത്തിലും ഗുരുവായൂരപ്പ അങ്ങ് സത്വഗുണമൂർത്തിയായി സച്ചിദാനന്ദാത്മകമായ ബ്രഹ്മമായി ശോഭിക്കുന്നു എന്നാണ്. ത്വം ശുദ്ധ സത്വൈകരൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് സത്വഗുണമൂർത്തിയായി സച്ചിദാനന്ദാത്മകമായ ബ്രഹ്മമായി ശോഭിക്കുന്നു. അപ്പൊ തത്ര കാരണാംഭസി അപി തത്ര കാരണാംഭസി അപി പശുപകുലേ ത്വം ശുദ്ധ സത്വൈകരൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അതിൽ കാരണജലത്തിലും ഇടയ വംശത്തിലും അവിടുന്ന് സത്വഗുണമൂർത്തിയായി സച്ചിദാനന്ദാത്മകമായ ബ്രഹ്മമായി ശോഭിക്കുന്നു. പവനപുരപതേ മാം സർവരോഗാത് പാഹി ഗുരുവായൂരപ്പ എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടി പറയാം. ത്ര്യംശേ അസ്മിൻ സത്യലോകേ 3 ഭാഗങ്ങളോട് കൂടിയ ഈ സത്യലോകത്തിൽ ഊർധ്വം ഊർധ്വം വിധി ഹരി പുരഭിൻ മന്ദിരാണി മേലേക്ക് മേലെയായി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ലോകങ്ങൾ ഭവിക്കുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ വൈകുണ്ഠലോകത്തെ പറ്റി പറയണു. മായാവികൃതി വിരഹിത വൈകുണ്ഠലോകാത്തു തേഭ്യ അപി ഊർധ്വം ഭാതി. മായ പ്രവേശിക്കാത്തതായ അല്ലെങ്കിൽ മായയുടെ വികാരത്തോട് കൂടിയതല്ലാത്തതായ വൈകുണ്ഠലോകമാകട്ടെ തേഭ്യ അപി ഊർധ്വം ഭാതി അവയേക്കാളും മുകളിൽ പ്രകാശിക്കുന്നു. അതായത് ബ്രഹ്മാവിൻ്റെ സ്ഥാനത്തിനും മഹാവിഷ്ണുവിൻ്റെ സ്ഥാനത്തിനും മഹാദേവന്റെ സ്ഥാനത്തിനും മുകളിലായി വൈകുണ്ഠലോകം ശോഭിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ പറയണു അത്ര കാരണാംഭസി അപി പശുപകുലേ ത്വം ശുദ്ധ സത്വൈകരൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ. അതായത് അതിൽ കാരണജലത്തിലും ഇടയ വംശത്തിലും കാരണജലത്തിൽ ശോഭിക്കുന്ന ആ ശക്തിയും ഗുരുവായൂരപ്പ ഇടയ വംശത്തിൽ സാധാരണ ഒരു മനുഷ്യനായി ശോഭിക്കുന്ന അവസ്ഥയിലും ഗുരുവായൂരപ്പ അവിടുന്ന് ശോഭിക്കുന്നു എന്നാണ്. അപ്പോൾ തത്ര കാരണാംബസി അപി പശുപകുലേ ത്വം ശുദ്ധ സത്വൈകരൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ. ഗുരുവായൂരപ്പ അവിടുന്ന് അതിൽ കാരണജലത്തിലും ഈ ഇടയ വംശത്തിലും, അതായത് ഇടയ വംശത്തിൽ ശോഭിക്കുന്ന ഗുരുവായൂരപ്പ കൃഷ്ണ അങ്ങ് സാക്ഷാൽ ബ്രഹ്മം തന്നെ എന്നാണ്. അതാണ് പറഞ്ഞ തത്ര കാരണാംബസി അപി പശുപകുലേ ത്വം ശുദ്ധ സത്വൈകരൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ. അതിൽ കാരണജലത്തിലും ഇടയ വംശത്തിലും ഗുരുവായൂരപ്പ അവിടുന്ന് സത്വഗുണമൂർത്തിയായി സച്ചിദാനന്ദാത്മകമായ ബ്രഹ്മമായി ശോഭിക്കുന്നു.
പവനപുരപതേ മാം സർവരോഗാത് പാഹി. ഗുരുവായൂരപ്പ, എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ.